ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്നേഹക്കൂട് സീരിയലിൻ്റെ നാളെ നടക്കാൻ പോകുന്ന ഒരു അടിപൊളി പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ അഖിലാണെങ്കിൽ സ്വാതിയുടെ മനസ്സിലെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഫോണിൽ സ്വാതി അറിയാതെ റെക്കോർഡ് ബട്ടൺ ഓൺ ആക്കുക കേട്ടോ. ശേഷം സ്വാതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അല്ല സ്വാതി, തൻ്റെ അച്ഛന് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അതേക്കുന്ന സ്വാതി ഇങ്ങനെ എന്താ അങ്ങനെ ചോദിക്കണത്, എല്ലാം അത് ചോദിക്കാൻ ഒരു കാരണമുണ്ടെന്ന് കൂട്ടിക്കോളൂ. പറ, മാധവൻ മേനോന് എന്തെങ്കിലും ശത്രുക്കളോ കാര്യങ്ങളോ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അത് കേട്ട് സ്വാതി ഒന്ന് ആലോചിക്കുന്നുണ്ട്. ശേഷം പറയുന്നുണ്ട്, ഇല്ല, അച്ഛനങ്ങനെ ശത്രുക്കളും കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എല്ലാവരും സ്നേഹത്തോട് മാത്രമേ അച്ഛൻ പെരുമാറാറുള്ളൂ. അല്ല, ഈ അച്ഛൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യണത് ആരുടെ അടുത്തായിരുന്നു? അല്ല, തൻ്റെ അമ്മയുടെ അടുത്താണെന്ന് അറിയാം, എങ്കിലും ഒരു ഫ്രണ്ട് അങ്ങനത്തെ ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് അഖില് ചോദിക്കുമ്പോൾ സ്വാതി ഇങ്ങനെ കുറച്ചു നേരം ആലോചിച്ചതിന് ശേഷം പറയുന്നുണ്ട്, അച്ഛൻ കൂടെ നിർത്തുന്നതും അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാം അറിയുന്നതും അച്ഛൻ അമ്മയുടെ പറയണേക്കാളും മുമ്പ് വേറൊരാളുടെ ഷെയർ ചെയ്യാറുണ്ട് എന്ന് പറയാണ്. അതാരാ സ്വാതി എന്ന് അഖില് ചോദിക്കുകയാണ്. സ്വാതി പറയണ്ട, അത് കുറുപ്പമാമയാണ്. കുറുപ്പമാമനോ? അതെ, കുറുപ്പമാമൻ്റെ അടുത്താണ് അച്ഛൻ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാറ്. ഈ സ്വത്തുക്കളുടെ കാര്യങ്ങൾ പോലും അമ്മയടുത്ത് പോലും കാര്യങ്ങളൊന്നും തന്നെ പറഞ്ഞിരുന്നില്ല. അച്ഛൻ മരിച്ചതിന് ശേഷം കുറുപ്പമാമനാണ് സ്വത്തുക്കളുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് വീട്ടിലേക്ക് വന്നത്. ഓ, അപ്പൊ കുറുപ്പമാമനാണ് നിങ്ങളുടെ അച്ഛൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനല്ലേ എന്ന് അഖില് ചോദിക്കുമ്പോൾ, ആ, അങ്ങനെ വേണമെങ്കിൽ പറയാം. അല്ല, അച്ഛൻ്റെ പ്രവൃത്തിയിൽ ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും കുടുംബത്തുണ്ടായിരുന്നോ? അല്ല, അഖിലെന്തെങ്കിലും പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് പോലെ ചോദിക്കുന്നത് എന്ന് സ്വാതി ചോദിക്കുമ്പോൾ, എല്ലടോ, ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ഞാനൊക്കെ ഏറ്റവും ആരാധനയോടെ കണ്ടിരുന്ന ഒരു മനുഷ്യൻ മരിച്ചത് ഞങ്ങൾക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്തൊരു സ്നേഹമുള്ളൊരു കുടുംബമായിരുന്നു നിങ്ങളുടെ ഭാര്യയും 3 മക്കളും, അതുപോലെ തന്നെ മാധവൻ നായരും എല്ലാവരും നിങ്ങൾ ഭയങ്കര സ്നേഹത്തോടെ ആയിരുന്നില്ലേ? പെട്ടെന്ന് അദ്ദേഹത്തിന് മരണം സംഭവിച്ചെന്ന് അറിയുമ്പോഴേ എനിക്ക് മാത്രമല്ല ഈ ഡൗട്ട് എല്ലാവർക്കും ഉള്ള ഡൗട്ടാ. അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. ഇല്ല, അച്ഛന് ശത്രുക്കളൊന്നും ഇല്ല. ഓ, അപ്പൊ അച്ഛന്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നത് ഈ കുറുപ്പ് എന്ന് പറഞ്ഞ പുള്ളിക്കാരനെയാണല്ലേ? ആ ആ കുറുപ്പമാമന് മിക്കവാറും എല്ലാ കാര്യങ്ങളും അറിയാം എന്ന് പറയാണ്. ശരി സ്വാതി, താങ്ക് യു എന്ന് പറയാണ്. എന്തിനാ താങ്ക്സ്? അല്ല, എൻ്റെ കൂടെ ചായ കുടിക്കാൻ വേണ്ടി വന്നില്ല, അതിനാ. ഓ, ശരി, ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് സ്വാതി അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നുണ്ട്. അഖിലും പോകുന്നുണ്ട്. ശേഷം അഖിൽ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നമ്മുടെ സി എ എടുത്ത് കാര്യങ്ങളൊക്കെ ആ ഫോൺ റെക്കോർഡ് കേൾപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പൊ സി എ പറഞ്ഞിട്ട്, കുറുപ്പ്, ആ പേര് എനിക്കറിയാം, അദ്ദേഹത്തിന് എനിക്കറിയാം. കാണുമ്പോൾ ഒരു വശപശക്കുള്ള ഒരു പുള്ളിക്കാരനായിട്ട് തോന്നത്തൊന്നുമില്ല. പിന്നെ എന്നാലും ഈ കേസിലൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ചെറിയ ആൾക്കാരെ പോലും വെറുതെ തള്ളിക്കളയാൻ പാടില്ലല്ലോ. ശരിയായിരിക്കും ആ കുട്ടി പറഞ്ഞത്. ഈ മാധവന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നത് ഈ കുറിപ്പിനെ തന്നെ ആയിരിക്കാം. മാധവൻ മരിച്ചപ്പോഴേക്കും സ്വത്തുക്കളും കാര്യങ്ങളൊന്നും ഒന്നും പൂർണിമക്ക് പോലും അറിയില്ലായിരുന്നു. കുറുപ്പാണ് മാധവൻ മരിച്ചതിന്റെ 7-ാം ദിവസം തറവാട്ടിലേക്ക് കയറി വന്ന് സ്വത്തുക്കൾ ആരുടെയൊക്കെ പേരിലാണെന്ന് പറഞ്ഞത്. അന്നേ സേതു കുറച്ച് ഇടങ്ങിലായിരുന്നു. പിന്നീടാണ് സേതു ഒക്കെ ഓക്കെ ആയിട്ട് പിന്നെ ആ കുടുംബത്തിലേക്ക് ഓക്കെ ആയിട്ട് അവിടെ നിൽക്കാൻ തുടങ്ങിയത്. അപ്പൊ ഈ കുറുപ്പിന് കുടഞ്ഞു കയ്യിൽ വെച്ചപ്പോ സത്യങ്ങളൊക്കെ കിട്ടുമായിരിക്കും അല്ലേ സാറേ എന്ന് അഖില് ചോദിക്കുമ്പോൾ, ആ, കുടഞ്ഞാൽ കിട്ടും, പക്ഷെ അയാളെ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യണം. ശരി, സ്വാതിയുടെ അടുത്ത് നിന്ന് കുറച്ചു കാര്യങ്ങൾ കൂടി അറിയാനുണ്ട് എന്ന് അഖില് പറയാണ്. എന്താ അത്? സ്വാതി എന്തൊക്കെയോ പറയാൻ തുടങ്ങുന്നുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ സംശയത്തിന്റെ പദമായിട്ടാ ഒന്നും പറയാതിരിക്കുന്നത്. അതുകൊണ്ട് കുറച്ചുകൂടി ചോദിച്ചു മനസ്സിലാക്കാനുണ്ട്. ശരി അഖിൽ, അഖിൽ എന്താ വെച്ചാൽ ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. എന്തായാലും അഖിലിന്റെ കേസ് അന്വേഷണം പെട്ടെന്ന് തന്നെ കവർ ആവുന്നുണ്ട്. എനിക്ക് വല്ലാത്ത പ്രൗഡ് തോന്നുന്നുണ്ട്. ഓക്കെ സാർ, താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് അഖിൽ അവിടുന്ന് പോവാണ്. പിന്നീട് കാണിക്കുന്ന പല്ലവിനെയും ഹരിനെയാണ്. അവർ കറക്റ്റ് സമയത്ത് തന്നെ ഋതുവിന്റെ അടുത്ത് എത്തുകയാണ്. അപ്പോഴേക്കും രാജമ്മ ജീവൻ പോകുന്ന വെപ്രാളത്തിൽ, അയ്യോ, ഇതാരാ മോളെ? മോൾക്കറിയാവുന്ന ആരെങ്കിലും ആണോ? ആ, അറിയാവുന്നതാ. ഈശ്വര, അതിന്റെ പണി പോവുമല്ലോ മോളെ, പെട്ടെന്ന് വാ എന്ന് പറഞ്ഞിട്ട് ഋതുവിന്റെ കൈയും പിടിച്ച് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി നോക്കുക കേട്ടോ. പക്ഷെ ഋതു ആണെങ്കിൽ വയറൊക്കെ കൊണ്ട് ഋതുക്കും ഓടാൻ പറ്റുന്നില്ല. രാജമ്മ ആണെങ്കിൽ പ്രായമുള്ളൊരു പുള്ളിക്കാരത്തിയോട് അവർക്കും ഓടാൻ പറ്റുന്നില്ല. അങ്ങനെ അവരിങ്ങനെ ഓടിപ്പോണ സമയത്ത് ഹരിയുടെ അടുത്ത് പറയുന്നുണ്ട്, പല്ലവി, ഹരി വിടരുത്, പിടിക്കവരെ എന്ന് പറയാണ്. അങ്ങനെ ഹരി ഓടി പോകുമ്പോഴേക്ക് ഈ രാജമ്മ ഋതുവിന്റെ കൈവിട്ട് അവരടന്ന് ഓടിപ്പോകുക കേട്ടോ. ഋതുവിനോട് ചോദിക്കേണ്ട പല്ലവി, അതാരാ എന്ന് ചോദിക്കുകയാണ്. അത് ഇവിടുത്തെ ഒരു നേഴ്സാ. നേഴ്സോ? എവിടുത്തെ നേഴ്സ്? ഈ ഹോസ്പിറ്റലിലെയോ? അതെ, അതെ എന്നൊക്കെ ഇങ്ങനെ വിക്കി പറയാട്ടോ ഋതു. ആ സമയത്ത് ഹരി ഇങ്ങനെ പറയണ്ട്, ഇല്ലേ ചേച്ചി, ഞാൻ ഈ സ്ത്രീനെ എവിടെയോ കണ്ടിട്ടുണ്ട്. ഈ സ്ത്രീ എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അപ്പൊ പല്ലവി പറയണ്ട, എന്തായാലും ആ സ്ത്രീ എന്തോ ഒരു വശപശക്കുള്ള സ്ത്രീയാണ്, ഓടിപ്പോയത് കണ്ടില്ലേ? ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഋതു നിൽക്കാണ്. നിങ്ങൾ കാരണം എനിക്ക് നല്ലൊരു ഡോക്ടറിന്റെ അപ്പോയിന്റ്മെന്റാ മിസ്സായത്. ഏത് ഡോക്ടറാ? ഞങ്ങൾ നിന്റെ അങ്ങോട്ട് കൊണ്ടുപോകാം. വേണ്ട, ഇനിയിപ്പോ അപ്പോയിന്റ്മെന്റിന്റെ സമയമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോകാം എന്ന് പറയാണ്. അപ്പോഴും ഹരിയുടെ മനസ്സിൽ ഈ സ്ത്രീയുടെ മുഖമാട്ടോ, ഇവരെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് അങ്ങനെ ആലോചിച്ച് അവസാനം ഹരി ആ ഉത്തരം കണ്ടെത്താണ്. വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്ത്രീന് ഇതുപോലെ തന്നെ ഗർഭിണികളായിട്ട് ഇങ്ങനെ
കടത്തിക്കളയണ ഒരു പരിപാടിയിൽ പോലീസ് പൊക്കിയൊരു സ്ത്രീയാണെന്ന് ഹരിക്ക് മനസ്സിലാവാണ്. ഹരി അപ്പം തന്നെ പല്ലവിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. പല്ലവി ചേച്ചി, ഞാനിന്ന് ആ സ്ത്രീനെ കണ്ടപ്പോൾ പറഞ്ഞില്ലേ, ഈ സ്ത്രീനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടെന്ന്. ഉവ് പറഞ്ഞിരുന്നു. ആ, എനിക്ക് മനസ്സിലായി അത് എവിടെയാണെന്ന്. എവിടെയാ അത് ചോദിക്കുമ്പോഴേക്കും അവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരെ ഇതിനു മുമ്പ് ഒരു കേസിൽ പെട്ടിട്ടുണ്ട്. കേസിലോ? അതെ. ഈ ഗർഭിണികളെയും അതുപോലെ തന്നെ പ്രായപൂർത്തിയാവാത്ത പെണ്ണുങ്ങളെയൊക്കെ ഇവിടെ നിന്ന് കയറ്റി അയക്കുന്ന ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ്. അതിലെ മെയിൻ കണ്ണിയായിരുന്നു ഈ പുള്ളിക്കാരത്തി എന്ന് പറഞ്ഞു. ഈശ്വര, അപ്പൊ ഋതുവിനെങ്ങാനും അങ്ങനെ തന്നെ ആവാനാ ചേച്ചി ചാൻസ്. അപ്പൊ നമ്മൾ ഒരു ഒരു സെക്കൻഡ് വ്യത്യാസമുള്ള ഋതുവിനെ രക്ഷപ്പെടുത്തിയാലേ. അതെ, ആ സ്ത്രീനെ കിട്ടുകയാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കായിരുന്നു എന്നൊക്കെ വിചാരിക്കുകയാണ് പല്ലവി. ശേഷം പല്ലവി ഈ കാര്യം ഋതുവിനോട് പറയുമ്പോൾ ഋതുവിന്റെ അത് വലിയ മൈൻഡ് ഒന്നുമില്ല കേട്ടോ. ഋതുവിന്റെ വിചാരം പല്ലവിയും അതുപോലെ തന്നെ ഹരിയും കൂടി കള്ളം പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഋതു വീണ്ടും ആ സ്ത്രീനെ കോണ്ടാക്ട് ചെയ്യണേ രാജമ്മേനെ. രാജമ്മ പറയണ്ട, എന്റെ പൊന്നു മോളെ, മോൾ ഒറ്റക്കാണെന്ന് ഉറപ്പുവരുത്തിന് ശേഷം രാജമ്മ എടുത്തു വാ, അല്ലാതെ വരാൻ നിൽക്കണ്ട, എനിക്ക് വയ്യ ഇതിന്റെ പുറകെ നിന്ന് തൂങ്ങാനായിട്ട് എന്നൊക്കെ രാജമ്മ പറയണം. അപ്പൊ ഋതു ആണെങ്കിൽ വീണ്ടും അവരെ വിളിച്ച് ശല്യം ചെയ്യണില്ല, എനിക്കിത് വേണ്ട, നിങ്ങളുടെ സഹായം എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഋതു വീണ്ടും ആ കുടുക്കിൽ പോയിട്ട് തലയിടാൻ വേണ്ടി പോവാട്ടോ. പക്ഷേ ഈ പ്രാവശ്യം ഋതുവായിട്ട് തന്നെ സത്യങ്ങളൊക്കെ കണ്ടെത്തുകയും രാജമ്മേനെ അടിച്ചു പുറത്താക്കുകയും ചെയ്യും. പിന്നീട് കാണിക്കണത് നമ്മുടെ സേതുവിനെയാണ്. സേതു ആണെങ്കിൽ ലക്ഷ്മിനെയും കൂട്ടിക്കൊണ്ട് നേരെ പോണത് ഒരു സ്ഥലത്തേക്കാട്ടോ. നീ എവിടേക്കാ മോനെ പോണത് എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെയുണ്ട്, ഇവിടെ നിൽക്ക് എന്ന് പറഞ്ഞിട്ട് സേതുവിന്റെ പഴയ വീടുണ്ടല്ലോ, ആ വീട്ടിലേക്കാണ് ലക്ഷ്മിനെ കൊണ്ടുപോണത്. അപ്പോഴാണ് അതേ അവിടേക്ക് വേണു മയൂരിയൊക്കെ വരുന്നത്. വേണുവിനെ കാണുമ്പോൾ തന്നെ ലക്ഷ്മി പൊട്ടിക്കരയാട്ടോ. വേണു പറയണ്ടേ, ലക്ഷ്മി നീ എന്നോട് ക്ഷമിക്ക്, ഞാൻ നിന്നോട് ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്. തെറ്റ് ചെയ്തത് ഞാനല്ലേ വേണുവേട്ടാ. വേണുവേട്ടനെ ചതിക്കുകയല്ലേ ഞാൻ ചെയ്തത്. എന്ത് ചതി? ഒരു ചതിയില്ല. എൻ്റെ അമ്മ എല്ലാം അറിഞ്ഞുകൊണ്ടല്ലേ എന്നെ വിവാഹം കഴിച്ചത്. ഒരു കണക്കിന് നീ നല്ലൊരു പെൺകുട്ടിയാണ്. ഒരിക്കലും നിന്റെ പഴയ കാര്യങ്ങൾ ആലോചിച്ച് ഞാനും വെറുതെ ഓരോന്നൊക്കെ പറഞ്ഞു. നീ എന്നോട് ക്ഷമിക്ക്, കുഴപ്പമില്ല എന്നൊക്കെ പറയാണ്. അപ്പോൾ നമ്മുടെ സേതു പറയുന്നുണ്ട്, അതെ, നിങ്ങൾ ഇനി എന്തായാലും പിണക്കവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. പിന്നെ മയൂരിനെ കല്യാണം കഴിക്കാൻ നമ്മുടെ ശ്രീകാന്തിന്റെ വീട്ടുകാർക്ക് ചെറിയൊരു നീരസമുണ്ട്. അത് വേറൊന്നുമല്ല, നിങ്ങളുടെ വിവാഹം നിയമപരമായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നൊക്കെയാണല്ലോ അവര് പറയണത്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, അച്ഛൻ മരിച്ച് അച്ഛൻ്റെ ലക്ഷ്മിയമ്മ അച്ഛൻ്റെ വിധവയാണെന്നുള്ള കാണിക്കുന്ന സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ നേരത്തെ അപേക്ഷയും കാര്യങ്ങളിലൊപ്പം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നിങ്ങൾ രജിസ്റ്റർ ഓഫീസിൽ പോയി സൈൻ ചെയ്താൽ മാത്രം മതി. ലക്ഷ്മി പറയണ്ടേ, എന്തിനാ? അല്ല, നിങ്ങളുടെ വിവാഹം രജിസ്റ്റർ ചെയ്യണ്ടേ? അപ്പൊ ലക്ഷ്മിക്ക് ചെറിയ നാണമൊക്കെ വരുവാട്ടോ. വീണു പറയുന്നുണ്ട്, അപ്പോൾ എല്ലാം റെഡിയാക്കിയോ? എല്ലാം റെഡിയാക്കി, രജിസ്റ്റർ ഓഫീസിൽ പോവാ, സൈൻ ചെയ്യാ എന്ന് പറയണം. അതിനുശേഷം ചെറിയൊരു ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചടങ്ങോ? എന്ത് ചടങ്ങ്? അതൊക്കെ ഞങ്ങൾ പിള്ളേരുടെ വക അറേഞ്ച്മെന്റ് ആണ് എന്ന് സേതു പറയണം. ശേഷം സേതു ആണെങ്കിൽ വേണുവിനെയും അതുപോലെ തന്നെ ലക്ഷ്മിനെയൊക്കെ കൊണ്ട് രജിസ്റ്റർ ഓഫീസിലേക്ക് പോകാട്ടോ. എന്നിട്ട് അവിടെ വെച്ച് രണ്ടുപേരുടെയും കഴുത്തിലേക്ക് പൂമാല അണിയിച്ചു കൊടുക്കും. പൂമാല ഇടാൻ വേണ്ടി പറയേണ്ട, രണ്ടിനും പൂമാല ഇടിപ്പിക്കുകയാണ്. ശേഷം സേതു തന്നെ തന്റെ അമ്മയുടെ കൈ വേണുവിന്റെ കൈകളിലേക്ക് ചേർത്ത് പിടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ലക്ഷ്മിക്ക് തന്റെ മോന്റെ ആ ഒരു വലിയ മനസ്സ് മനസ്സിലാവാട്ടോ. അപ്പൊ ആ ഒരു കല്യാണമാണ് നമ്മുടെ മയൂരിയുടെ കല്യാണത്തിന് മുമ്പ് കാണാൻ പോകുന്ന ഒരു കല്യാണം എന്ന് പറയണേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. എല്ലാവർക്കും ടേക്ക് കെയർ. ബൈ ബൈ.